ഗൈസ്, അപ്പോൾ 60ാമത്തെ പുഷപ്പാണ്. ഇന്ന് നമ്മൾ 2 മാസം തികയ്ക്കാണ് കേട്ടോ. സോ ഇൻ 3, 2, 1. ഇറാൻ കഴിഞ്ഞ് 24 മണിക്കൂറിനിടയ്ക്ക് നമ്മുടെ UAE മാത്രം തൊടുത്തു വിട്ടത് ഏകദേശം 500-ലധികം ഡ്രോണുകളും 200-ലധികം ബലിസ്റ്റിക് മിസൈലുകളുമാണ്. അതിൽ ഒരെണ്ണം പോലും ഡയറക്റ്റ് ആയിട്ട് ഈ UAE എവിടെയും സ്ട്രൈക്ക് ചെയ്തിട്ടില്ല, ഹിറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ അവിടെ ഇവിടെയൊക്കെ കത്തുന്നതും തീ പിടിക്കുന്നതും ഒക്കെ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ UAE എയർ ഡിഫൻസ് സിസ്റ്റം എന്ന് പറയുന്നത് നല്ല A ക്ലാസ് സാധനം ആയതുകൊണ്ട് ഈ വരുന്ന മിസൈലുകളും ഡ്രോണുകളും ഒക്കെ മിഡ് എയറിൽ വെച്ച് തന്നെ ഏരിയൽ ത്രട്ട് എല്ലാം ഇന്റർസെപ്റ്റ് ചെയ്യും. ഈ ഇന്റർസെപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ മിസൈലുകളും ഡ്രോണുകളും ഒക്കെ മിഡ് എയറിൽ വെച്ചിട്ട് തകർത്ത് കളയുക. തകർത്ത് കളയുമ്പോഴത്തേന് ഒബിയസ്ലി സ്വാഭാവികമായിട്ടും ഇതെല്ലാം പൊട്ടിത്തെറിച്ച് അതിന്റെ ഡിബ്രീസ്, അതിന്റെ ഭാഗങ്ങൾ, അവശിഷ്ടങ്ങളാണ് താഴേക്ക് കത്തി വീഴുന്നത്. അങ്ങനെ വീഴുന്ന സാധനങ്ങൾ പോലും ശരിക്കും പറഞ്ഞാൽ അപകടമാണ്. പക്ഷെ മിസൈലിന്റെ അത്രയും അപകടകാരികളല്ല. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന നമ്മളെപ്പോലുള്ള മനുഷ്യർ ഈ സന്ദർഭങ്ങൾ എന്താണോ ചെയ്യാൻ പാടില്ലാത്തോട്ടുള്ളത് അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യമാണ് ക്യൂരിയോസിറ്റി, കൗതുക ലേശം കൂടുതലല്ല. ഒരു ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ഉടനെ പുറത്തിറങ്ങി നോക്കുക. ഇല്ല കടന്ന് പോകാനുണ്ടോ ബാക്കിൽ, രാവിലെ ഇത് കണ്ടിട്ടില്ല. അപ്പം നമ്മൾ 2 മാസം 60 ദിവസം അടുപ്പിച്ച് ഓരോ പുഷപ്പ് അപ്പ് ചെയ്ത് 1 മുതൽ 60 വരെ, ഇനി 365 പുഷപ്പാണ് ഡിസംബർ 31. സോ നമ്മളെ സപ്പോർട്ട് ചെയ്യാനാട്ടെ കമൻറ്റ് ബോക്സിൽ ഡേഞ്ചർ ഡൈനാമോ എന്ന് കമൻറ്റ് ചെയ്യുക. സോ ഈ അവസരത്തിൽ ഞാൻ പറയാനുള്ളത്, ഞാനിപ്പോൾ ദുബായാണ് നിൽക്കുന്നത്. ഭയങ്കര ആക്രമണങ്ങൾ, യുദ്ധങ്ങളൊക്കെ പറയുന്നു. പക്ഷേ വെറുതെ അങ്ങനെ വലിയ സംഭവങ്ങളൊന്നുമില്ല. ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അങ്ങനെ ത്രെറ്റനിങ് ആയിട്ട് പ്രശ്നങ്ങളൊന്നും തന്നെ ഇവിടെ ഇല്ല. എല്ലാവരും സേഫാണ്. നാട്ടിലൊക്കെ ശരിക്കും പറഞ്ഞാൽ കുറേയൊക്കെ തള്ളി മറിക്കുന്നതാണ് ന്യൂസിലൊക്കെ, അന്നേരം വിശ്വസിക്കരുത്. സോ നമ്മുടെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്താൽ ഭയങ്കര സന്തോഷം. പേജ് ഫോളോ ചെയ്താൽ അതിനേക്കാൾ സന്തോഷം.